നമുക്കറിയാം ഈ IT ലോകത്തും സമാന്തര സർവീസുകളിലുമൊക്കെ തന്നെ വലിയ തൊഴിൽ സമ്മർദ്ദമുണ്ടെന്ന വാർത്ത വരുന്നൊരു കാലമാണിത്. പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കും വല്ലാത്ത സമ്മർദ്ദത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പെടാപ്പാട് പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്ന സമയത്താണ് കൊച്ചിയിലെ അന്ന സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത വന്നത്. ഇന്നത്തെ വാർത്താ പകൽ നമ്മളെ അമ്പരപ്പിച്ച സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു അത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ജീവനെടുത്ത സമ്മർദ്ദം. വർക്ക് പ്രഷർ അഥവാ തൊഴിൽ സമ്മർദ്ദം മൂലം കൊച്ചിയിലെ അന്ന സെബാസ്റ്റ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സമഗ്ര അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്തലജെ അറിയിച്ചു. മകളുടെ മരണത്തിൽ അന്നയുടെ അമ്മ കമ്പനിക്ക് അയച്ച ENY എന്ന കമ്പനിക്ക് അയച്ച കത്ത് ചർച്ചയായതോടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇടപെടൽ. തൻ്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് അന്നയുടെ അച്ഛൻ സിബി 24 പറഞ്ഞു. മകളുടെ മരണത്തിൽ അമ്മ മകൾ ജോലി ചെയ്ത കമ്പനി ചെയർമാൻ അയച്ച കത്താണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത്. തൊഴിലിടത്തിലെ സമ്മർദ്ദം മരണത്തിലേക്ക് നയിച്ചു എന്ന് ആരോപിക്കുമ്പോൾ ആരോഗ്യകരമായ തൊഴിലിടത്തിനു വേണ്ടിയുള്ള ശബ്ദമാണ് ഉയരുന്നത്. പഠനത്തിൽ മികവ് പുലർത്തിയ അന്ന മാർച്ചിലാണ് പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ പ്രവേശിക്കുന്നത്. 4 മാസത്തിനിപ്പുറം ജൂലൈയിൽ അന്ന താമസസ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. ജോലിഭാരവും പുതിയ അന്തരീക്ഷവും മണിക്കൂറുകൾ നീണ്ട ജോലിയും അന്നയെ ശാരീരികമായും മാനസികമായും ബാധിച്ചു. ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും സമ്മർദ്ദവും അനുഭവിച്ചതാണ് മരണകാരണമെന്ന് അന്നയുടെ പിതാവ് സിബി 24 പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ വർക്ക് കൾച്ചറും അങ്ങനെയാണ്. എല്ലാ കോർപ്പറേറ്റുകളിലും ഒരു സമയമില്ല. ഇപ്പോൾ ആ ഒരു നിശ്ചിത സമയം സ്ലേവറി പോലെയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ നടക്കുന്നത്. അതിനൊരു അവസാനം വരണം. ഇനിയുള്ള ഒരു ജോയിൻ ചെയ്യുന്ന ഒരു പുതിയ ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരരുത്. രാജിവെച്ച് തിരികെ നാട്ടിലേക്ക് വരാൻ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഭാവിയെ സ്വപ്നം കണ്ടാണ് അന്ന കമ്പനിയിൽ തുടർന്നത്. അമിത ജോലിഭാരം കാരണം കമ്പനിയിൽ നിന്ന് നിരവധി ജീവനക്കാർ രാജിവെച്ചിരുന്നുവെന്ന് അന്ന മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. അമിത ജോലിയെ മഹത്വൽക്കരിക്കുന്ന തൊഴിൽ സംസ്കാരത്തെ തിരുത്താൻ കമ്പനി തയ്യാറാകണം. ജോലിയെടുക്കുന്ന മനുഷ്യരെ അവഗണിക്കുന്നത് ഒഴിവാക്കി അവരെ പരിഗണിക്കുന്ന നിലയിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ട് അന്നയുടെ അമ്മ കമ്പനി ചെയർമാൻ അയച്ച കത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അഖിലേഷ് യാദവ്, സാകേത് ഗോഖലെ MP എന്നിവർ പങ്കുവച്ചതോടെ വിഷയം രാജ്യശ്രദ്ധ നേടി. മരണശേഷം 4 മാസത്തോളം കമ്പനി തുടരുന്ന അനാസ്ഥയെക്കുറിച്ച് അന്നയുടെ അമ്മ കത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. അന്നയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്തലജെയാണ് അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകിയത്. കമ്പനിയുടെ ഇന്ത്യയിലെ പാർട്ണറും സീനിയർ മാനേജറും കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. അന്നയുടെ മരണം മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. സ്വകാര്യ മേഖലയിലെ അനഭിലഷണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നടപടി ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. ഈ പ്രേക്ഷകർക്ക് അറിയുന്ന വർക്ക് പ്രഷർ അഥവാ ജോലി സ്ഥലത്തെ സമ്മർദ്ദം അത് പുതിയ കാലത്തിൻ്റെ ഒരു സംഭാവനയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഓട്ടം, ആ ഓട്ടത്തിന് ഒരു കണക്കില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജോലി സമ്മർദ്ദം എങ്ങനെ നമുക്ക് അതിജീവിക്കാമെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. മാനസികാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ CJ ജോൺ നമുക്കിപ്പം തത്സമയം 24-നൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടർ, ശരിക്കും നമ്മൾ ഈ അന്ന സെബാസ്റ്റ്യൻ്റെ ഈ മരണം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഡോക്ടർ അതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വർക്ക് പ്രഷർ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഉണ്ട്. ചില സ്ഥലത്ത് വളരെ കൂടുതലാണ്, ചില സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. ചിലർ പാഷനോടെ ഇതിനെ അതിജീവിക്കുന്നു. ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഡോക്ടറുടെ ഒരു ഉപദേശം എന്താണ്? അല്ല, പുതുതായിട്ടൊരു കൾച്ചർ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞൊരു 15-20 വർഷമായിട്ട്. അതായത് കഷ്ടപ്പെട്ട് പണിയെടുക്കുക. കാരണം ഒരു IT ഒരു മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആഴ്ചയിൽ 70 മണിക്കൂർ വർക്ക് ചെയ്യണമെന്ന്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും കൂടുതൽ കാശ് സമ്പാദിക്കുകയും പിന്നെ ഒടുവിൽ കാശ് കൊണ്ടുവന്ന് ആശുപത്രിയിൽ തരികയും ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചറിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ
ജോലിയുടെ സമ്മർദ്ദം താങ്ങാനാവാതെ കുഴഞ്ഞു വീണ് മരിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഇല്ലാതെ അധിക വൈദ്യുതി കയറ്റിവിടുന്ന യന്ത്രങ്ങളെ പോലെ മനുഷ്യർ പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ വോൾട്ടേജ് നമുക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഓരോ വ്യക്തിയും സ്വയം പരിശോധിക്കേണ്ടതാണ്. പലപ്പോഴും ഒരു തൊഴിലിടത്തില്, ഒരു കോർപ്പറേറ്റ് തൊഴിലിടത്തിൽ ചെന്ന് കയറുമ്പം അവരുടെ മോഹന വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾ അധികം പണിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും, പെട്ടെന്ന് നിങ്ങളുടെ ശമ്പളം കൂടും, ധാരാളം സമ്പാദിക്കാം, ഈ തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവാം. കോവർക്കേഴ്സും ഒക്കെ അങ്ങനെ തന്നെ പറയാം. പക്ഷെ ഓരോ വ്യക്തിയും സ്വയം വിശകലനം ചെയ്യേണ്ടത്, എന്റെ സ്കിൽ സെറ്റിന് അനുസരിച്ചിട്ടുള്ള പണിയാണോ ഇത്, എന്റെ കപ്പാസിറ്റിക്ക് അല്ലെങ്കിൽ എന്റെ കഴിവിന് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കഴിയുന്നുണ്ടോ, അത് എന്നെ ബാധിക്കുന്നുണ്ടോ, എന്നെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടോ, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. 2023 മക്കിൻസി ഹെൽത്ത് നടത്തിയിട്ടുള്ള ഒരു സർവേയില് 30 രാജ്യങ്ങൾ നടത്തിയ സർവേയില് ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ഉള്ള സ്ഥാപനങ്ങളിലാണ് ഏറ്റവും മുന്തിയ നിലയിൽ വർക്ക് റിലേറ്റഡ് ഫാറ്റിക് അല്ലെങ്കിൽ തളർച്ച, ക്ഷീണം ഉണ്ടാകുന്നതാണ് പറയുന്നത് 62%. പിന്നീട് ജപ്പാനിൽ വരുന്നത് ഏറ്റവും കുറഞ്ഞ സ്വിറ്റ്സർലൻഡിലാണ്. അപ്പൊ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അതിനോടൊപ്പം കൈവരിക്കേണ്ട സ്വാസ്ഥ്യത്തിനെ കുറിച്ച്, ഇമോഷണൽ വെൽബീയിങ്ങിനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ ഇല്ലാതെ പോകുന്നുണ്ട്. ഓക്കെ പറയൂ. ഓക്കെ എനിവേ താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ ഉപദേശങ്ങൾ ആളുകൾക്ക് സ്വീകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ CJ ജോൺ ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്.